ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് ഞാനും ഹസ്ബൻഡും കൂടി എൻ്റെ ചേച്ചിയുടെ വീടിനടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹത്തിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവിടെ ഉള്ള എല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. അതൊന്നും എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. മെയിനായിട്ടുള്ള പാർട്സ് മാത്രം എടുത്തൊരു വീഡിയോ ഉണ്ടാക്കിയതാണ്. ഇതാ കണ്ടില്ല, എന്ത് രസമാണ് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് നോക്കൂ. അമ്പലത്തിൻ്റെ കുളമാണ് കേട്ടോ ഇത്. അപ്പം നല്ല ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു ഭാഗവത സപ്താഹം തന്നെയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സപ്താഹത്തിൽ കൂടാൻ പറ്റിയത്. കാരണം നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ രുക്മിണി സ്വയംവരം എന്ന ഒരു ഭാഗമായിരുന്നു ഞാൻ ചെന്ന അന്ന് കേട്ടോ. അപ്പോൾ അത് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. വളരെ നന്നായിട്ടാണ് പരിപാടിയെല്ലാം ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ എല്ലാം കണ്ടതിലും എല്ലാം വളരെ സന്തോഷമായിട്ടോ. അവിടുന്ന് അന്ന് അന്നദാനവും എല്ലാം കഴിച്ച് പോരാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആളുകൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമോ ഭഗവതേ വാസുദേവായ. നാരായണ 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 നാരായണ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഭഗവാനെ കിട്ടാൻ വേണ്ടി എത്രമാത്രം തപം ചെയ്തു. എത്രയോ ജന്മങ്ങളിലായിട്ട് ഭഗവാന്റെ കഥകൾ കേട്ട് മനസ്സിൽ കൃഷ്ണന്റെ രൂപം മാത്രമേ ഉണ്ടായുള്ളൂ. ആ രുക്മിണിയെ ഏട്ടന്മാരായിരിക്കുന്ന രുക്മിണി മുകളിലായിട്ടുള്ള ഏട്ടന്മാര് ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. രുക്മിണിക്ക് 16 വയസ്സ്, ശിശുപാലനാണെങ്കിലോ 71 വയസ്സ്. അതൊന്നും വിഷയമല്ല. കാരണം കൃഷ്ണൻ രാജാവല്ല. കൃഷ്ണ യതികുലത്തിൽപ്പെട്ട ആളാണ്, താഴ്ന്ന ജാതിക്കാരനാണ്.
ഗോത്രവർഗത്തിൽപ്പെട്ടതാണ്, വനവാസിയാണ്. കൃഷ്ണന് കണ്ട ദോഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അത് മാത്രമല്ല, വിദ്യാഭ്യാസമില്ല, നല്ല കുലമില്ല, സൗന്ദര്യമില്ല. രുക്മിണി സ്വർണം പോലെ തിളങ്ങി നിൽക്കുമ്പോൾ കൃഷ്ണനാണെങ്കിൽ കരിക്കട്ട പോലെ കറുത്തിരിക്കുന്നു. ഇവിടെ നോക്കിയാൽ ഒരു തവണത്തിലും ബന്ധമില്ല. രുക്മിണിക്ക് നല്ല സമ്പത്തുണ്ട്, രാജകുമാരിയാണ്. കൃഷ്ണൻ രാജകുമാരനല്ല. കൃഷ്ണൻ യദുകുലത്തില് പശുക്കളെ മേയ്ക്കുന്ന കുലത്തിൽ പെട്ടതാണ്. കാട്ടിലാണ് താമസം, വൃന്ദാവനത്തിലെ കാടുകളിലാണ് താമസം. പിന്നെ പശുവിനെ മേയ്ക്കലാണ് മെയിൻ പണി. ഈ കാരാഗ്രഹത്തിലാണ് ജനനം. നിങ്ങൾ നോക്കിയാൽ കൃഷ്ണന് ദോഷങ്ങൾ ധാരാളം കാണാനുണ്ട്, ഒന്നും നല്ലത് കാണാനില്ല എന്നാണ്. സമ്പത്ത് പോലും ഇല്ല കൃഷ്ണന്. അപ്പോ രുക്മിണിക്കാണെങ്കിലോ, രുക്മിണി എല്ലാം കൊണ്ടും, വിദ്യ കൊണ്ടാണെങ്കിലും ധനം കൊണ്ടാണെങ്കിലും സൗന്ദര്യം കൊണ്ടാണെങ്കിലും കുലം കൊണ്ടാണെങ്കിലും ആഭിജാത്യം കൊണ്ടാണെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമാണ് രുക്മിണിയുടെ വംശം. അതുകൊണ്ടാണ് രുക്മിണിയെ രാജാവായിരിക്കുന്ന ശിശുപാലന് പ്രായം കൂടിയാലും കുഴപ്പമില്ല, രാജാക്കന്മാരുമായിട്ട് ബന്ധം വേണമെന്ന് വിചാരിച്ചുകൊണ്ട് രാജാവിന് കൊടുക്കാൻ തൻ്റെ വിവാഹം. ആ രുക്മിണി വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു ബ്രാഹ്മണൻ കടന്നു വന്നു. എന്താണ് വിഷമിച്ചിരിക്കുന്നത് രുക്മിണി എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ കല്യാണം മാത്രം മറ്റന്നാള്, എൻ്റെ മനസ്സിൽ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ബ്രാഹ്മണൻ പറഞ്ഞു, നിനക്ക് എന്താണ് രുക്മിണി, അതെല്ലാം ഒരു സന്ദേശമായിട്ട് എഴുതി തരൂ എന്ന് പറഞ്ഞപ്പോ 7 ശ്ലോകങ്ങളോട് കൂടിയിട്ടുള്ള സപ്തപതി എന്ന് പേരായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു സന്ദേശം എഴുതി കൊടുത്തു. ബ്രാഹ്മണൻ ആ സന്ദേശവുമായിട്ട് ദ്വാരകയിൽ വന്നു എന്ന് മാത്രമല്ല അത് വായിച്ചു കേൾപ്പിച്ചു. എന്താണ് രുക്മിണി പറഞ്ഞിരിക്കുന്നത്? ശ്രുത്വാഗുണാൻ ഭുവനസുന്ദര ശൃംഗതാന്തേ നിർവിശ്യകർണ വിവരേ ഹരതും ഗതാപം രൂപം ദൃശാം ദൃശ്യമതാം അഖിലാപ്തലാഭം ത്വയ്യച്യുതാ വിശതി ചിത്തം അപത്രപം മേ. നിന്റെ ഗുണഗണങ്ങൾ കേട്ട് എൻ്റെ മനസ്സ് നിന്നിൽ ലയിച്ചിരിക്കണം കൃഷ്ണ. നീ അല്ലാതെ കണ്ട് മറ്റൊരാളും എനിക്ക് വേണ്ട. നിന്നോട് ചേരാനുള്ള എല്ലാ യോഗ്യതകളും എനിക്കുണ്ട്. വിദ്യ കൊണ്ടും സമ്പത്ത് കൊണ്ടും സൗന്ദര്യം കൊണ്ടും കുലം കൊണ്ടും ഒക്കെ നിന്നോട് ചേരാനുള്ള യോഗ്യതകളൊക്കെ ഉണ്ട്. നീ എന്നെ ഒന്ന് കൊണ്ടുപോയില്ലെങ്കിലോ? ഗോമായുവൻ മൃഗപതേ ബലി അംബുജാക്ഷ. സിംഹത്തിന്റെ മുമ്പിലിരിക്കുന്ന ഇരയെ കുക്കന്മാർ കൊണ്ടുപോയാൽ സിംഹത്തിനല്ലേ നാണക്കേട്? നീ മനോഭിരാമനല്ലേ, മനുഷ്യരുടെ മുഴുവനും സുന്ദരനായിട്ടുള്ള ആളല്ലേ? ഇപ്പോ അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ ആ സന്ദേശം പൂർത്തിയാക്കി ഇനി എങ്ങനെ കൊണ്ടുപോകണം? രാക്ഷസ വിധി പ്രകാരം എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് എന്നെ കൊണ്ടുപോകണം. ഞാൻ എൻ്റെ കുലദേവിയായിരിക്കുന്ന പാർവതിയെ തൊഴുന്നു മടങ്ങുമ്പോൾ എന്നെ കൊണ്ടുപോകണം കൃഷ്ണ, സ്വന്തമാക്കണം. ഇനി എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ചോദിക്കുമ്പോഴാണ് ആ രുക്മിണി പറയണം, ശതജന്മഭിസ്യാൽ 100 ജന്മം എടുക്കേണ്ടി വന്നാലും നിന്റെ പാദത്തിലേക്ക് അല്ലാതെ കണ്ട് മറ്റൊരിടത്തേക്ക് ഞാൻ എത്തില്ല കൃഷ്ണ. ശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ചോട്ടാരിക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം. ആശ്രിതവത്സല ശബരിഗിരീശ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദമുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ നാരായണ. നടപ്പുമാക്കിലേക്ക് കിട്ടുള്ളൂ കേട്ടോ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ
ഭഗവതേ വാസുദേവായ മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവക്കും നേടട്ടെ മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവക്കും നേടട്ടെ കൺമണിയാകിയ രുക്മിണിയെ സമ്മോദം വേടി കഴിച്ചുവാണു ചെമ്മേ ഞാൻ മംഗളം നേടട്ടെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 വൈദർഭി രുക്മിണി തമ്പുരാട്ടി വൈദഗ്ധ്യം കാണിച്ചു വേണ്ട പോലെ കൈവല്യദാതാവം നന്ദജനേ കൈവരിച്ചെന്നതു ഭാഗ്യമായി പുണ്യം നീയാദിച്ചു പുണ്യത്തിങ്കൾ മാതജാകാൻ പുണ്യവും പുണ്യവും സമ്മേളിച്ചു പുണ്യമൂലകിലൂയം നേടട്ടെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 ദുഃഖാചരണത്തെ സേവിച്ചപ്പോൾ ദുഃഖം തീർത്ഥം മാറുക്മിണിക്ക് ദുഃഖവിനാശനൻ കാവർണ്ണന്റെ കൊണ്ട ഛായാപദത്തെ നൽകി പ്രേമത്തോടൊന്നു വിളിച്ചെന്നായിരം തീർക്കുവാൻ കൃഷ്ണനെത്തും പാദം പിടിച്ചു കരയുന്നോരേ പാണി പിടിച്ചവൻ പാലിച്ചിടും കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 എത്ര ശിശുപാലരുണ്ടായാലും എത്രയോ രുക്മിമാമേരിട്ടാലും അത്ര ഭഗവതി കാരുണ്യത്താൽ ലോകത്തിൽ ജയിക്കുമാറും അമ്മ കണിഞ്ഞെന്ന സജ്ജനങ്ങൾ അഞ്ചസാവന്നിടും പാലിച്ചിടാൻ നമ്മുടെ സുന്ദര ബ്രാഹ്മണനെ അമ്മ വരുത്തിയച്ചതല്ലോ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 സർവത്ര ഗോവിന്ദ നാമ സംഗീത
അപ്പോൾ തിരുവാതിരക്കളിയുടെ പാട്ടൊന്നും ഇടാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. യൂട്യൂബിൽ നിന്നും പണി കിട്ടും, അതുകൊണ്ട് ആണ് ഒഴിവാക്കിയത്. ഇത് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ നിങ്ങളുടെ വാല്യുബിൾ കമൻസ് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.